ഒരു വിഭാഗം പറയും സോഷ്യൽ ജസ്റ്റിസ് ബേസ് ചെയ്തിട്ടാണെന്ന് ഈ വിഭാഗം സമർത്ഥിക്കാൻ ശ്രമിക്കും. ഈ വിഭാഗം അല്ല, സോഷ്യൽ ജസ്റ്റിസ് അല്ല, മറിച്ച് സ്പിരിച്വൽ പിറ്റിയുടെ ബേസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്യാൻ യോജിക്കുക, എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്ന രീതിയിൽ സംവദിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കേസ് എടുക്കുമ്പോൾ ഇവർ ഡിഫൈൻ ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇതിൽ അല്ല എന്നുള്ള രീതിയിലല്ല, രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലല്ല, അതായത് മറ്റുള്ള മാറ്റി നിർത്തണം എന്നുള്ള രീതിയിലല്ല ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. കൂടുതലായിട്ട് എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. രണ്ടുകൊണ്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റും, അതിൽ കൂടുതലായിട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കൽ നന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് രണ്ട് വിഭാഗം ഉണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഹ്യൂമൻ, ഐഡിയൽ ഹ്യൂമൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ബേസിലാണ് കൂടുതലായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക എന്ന വാദത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് സൽമാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഡിബേറ്റ് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇസ്ലാമിൽ തന്നെ നോക്കുമ്പോൾ ഒരു ഐഡിയൽ മുഅ്മിൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം, അതിനേക്കാൾ അപ്പുറം ഒരു ഐഡിയൽ മാൻ, ഒരു യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യൻ ആരാണ്, ഒരു മസലി എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ്. അപ്പോൾ അതിൽ ഇസ്ലാമിൽ രണ്ട് നില നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സ്പിരിച്വലായിട്ട് ഇബാദത്തിന് കൂടുതൽ ഊന്നിക്കൊണ്ടുള്ള സംഗതി, അതോടൊപ്പം നമ്മൾ അതിൽ സോഷ്യൽ സർവീസ്, സോഷ്യൽ ജസ്റ്റിസ്, നീതി പുറമേ കാണിക്കുന്ന പലതും. അപ്പോൾ അവിടെ ഞങ്ങളുടെ മൂന്നാളുകളും നമ്മളിവിടെ വാദിക്കുന്നതും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നതും ഇപ്പോൾ ഇസ്ലാം കൂടുതലായിട്ടും ഒരു യഥാർത്ഥ മുഅ്മിൻ, ഒരു മാതൃകാപരമായ ഒരു വ്യക്തിയായിട്ട് കാണുന്നത് മറ്റുള്ള ആളുകൾക്ക്, സമൂഹത്തിന് അവൻ എങ്ങനെ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അതിൻ്റെ ബേസിൽ തന്നെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ വരുന്നത്. ഇസ്ലാമിൻ്റെ ആ ഒരു സത്ത, ഇസ്ലാം ഒരു സലാമത്തായ ഒരു ഹോളിസ്റ്റിക് മതമായിട്ട് നിലകൊള്ളുമ്പോൾ അത് കേവലമായ ഒരാളുടെ ഇന്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വർഷിപ്പ് അല്ലെങ്കിൽ അള്ളാഹുവും അല്ലെങ്കിൽ ആ ഒരു ബന്ധം മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം കൂടുതലായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു അദ്ദേഹം എത്രത്തോളം സമൂഹത്തിന് അതിനു വേണ്ടിയിട്ടുള്ള ഹദീസുകൾ നമുക്ക് ഒരുപാട് കാണാനും സാധിക്കും. അപ്പോൾ ഒരു മുഅ്മിന്, ഇപ്പോൾ ഏത് മുഅ്മിനാണ് ഏറ്റവും ഉത്തമൻ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു മഠത്തിൽ സ്വന്തം ഇബാദത്തിലായി നിൽക്കുന്ന ഒരു മുഅ്മിനല്ല, അതിനേക്കാൾ അഫ്ളൽ ഇബാദത്തും ചെയ്യുന്നുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതിൻ്റെ ബേസിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സോഷ്യൽ റിഫോമർ ആയിട്ട് മാറിയിട്ടുള്ളത്. അതായത് കുറച്ച് ഇബാദത്തുകൾ ഇങ്ങനെ പറഞ്ഞു തരിക എന്നതല്ല നബി ചെയ്തിട്ടുള്ളത്. അവിടെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, നമ്മളെ സാമ്പത്തികമാണെങ്കിലും സാമൂഹികമായിട്ടുള്ള ആ ഒരു അപരിഷ്കൃത സമൂഹത്തെ മാറ്റുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ള ഒരു നില. അപ്പം ഇതൊക്കെ അറിയിക്കുന്നത് ഇപ്പോൾ ഇസ്ലാമിൻ്റെ തന്നെ സത്ത നമ്മൾ പറയുമ്പോൾ ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ പല നബിമാർ വന്നിട്ടുണ്ട്, പല കാലഘട്ടം വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഏതായിരുന്നു ഇബാദത്ത് നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്ത് പല ടൈപ്പിലുണ്ടാവും, ആ സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാവും, സമൂഹത്തിനനുസരിച്ച് ഉണ്ടാവും. ഇപ്പോൾ മോചിതത്ത് ഒരു ഉദാഹരണമാണ് അല്ലെ, മൂസ നബിയുടെ കാലത്തുള്ള മോചിതത്ത് ആ ഒരു ടൈമിലുള്ള സാധനങ്ങളായിരിക്കും. നമ്മളെ നബി ഒരു ഖുർആൻ, ആ ഒരു സാഹിത്യം ആ രീതിയിൽ സമൂഹത്തിനോട് യോജിച്ച രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒക്കെ ബേസിൽ നമുക്ക് ഒരു ഇസ്ലാമിനെ യഥാർത്ഥ രീതിയിലുള്ള ഒരു വായന നമ്മൾ നടത്തുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഈ അതിലാണ്. കാരണം ഈ അതിലില്ല എന്നുണ്ടെങ്കിൽ വെറും ഒരു ഈമാൻ വേണം. ഞങ്ങൾ ഒരിക്കലും വാദിക്കുന്നില്ല ഈമാൻ വേണ്ട ആവശ്യമില്ല, ഈ നമ്മുടെ ഇബാദത്ത് വേണ്ട ആവശ്യമില്ല, പ്രൈവറ്റ് ആയിട്ട് ഒന്നും ആവശ്യമില്ല എന്നല്ല. മറിച്ച് ഈ പ്രൈവറ്റ് ആയ സാധനങ്ങൾ പോലും പുറത്ത്, ഇപ്പോൾ നമ്മളെ ഈ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഈ ഒരു പൂച്ച അല്ലെ, പൂച്ചനെ കെട്ടിയിട്ട് അതിനെ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ ഒരു ആബിദത്തായിട്ടുള്ള ഒരു അല്ലെ ഒരാളെ പോലും നരകത്തിലായി. എന്നാൽ നേരെ മറിച്ച് ഇബാദത്തൊന്നും ചെയ്യാത്ത ഒരാള് നായക്കൊരു വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഒരു ബേസിക്കലി എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇബാദത്ത് തന്നെയാണ് ഈ ഒരു ഈമാനിനേക്കാൾ കൂടുതലായിട്ട് ഈ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. അത് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ എന്താ പറയുക, നമ്മൾ ജസ്റ്റിസ് ആയിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് ആണ് ഡിഫൈൻ ചെയ്യാൻ കൂടുതലായിട്ട് ആപ്റ്റായിട്ട് എന്നുള്ളത് പറയാൻ നിങ്ങൾ എങ്ങനെയായിരിക്കും സമർത്ഥിക്കുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ നോക്കൂ, നമ്മളെ ഈ ഐഡിയൽ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ആർക്കാണ് നമ്മൾ ഐഡിയൽ ആവണം എന്നുള്ളത്.
നമ്മളിപ്പോൾ ഒരു നമ്മൾ ഒരു മാതൃകാ പുരുഷനാവുകയാണല്ലോ, അത് ആർക്കാണ് നമ്മളൊരു ഐഡിയൽ ആവണം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവാചകൻ്റെ ജീവിതം എടുത്ത് നോക്കുക, അവിടെയൊക്കെ ഇബാദത്തുകൾ പ്രവാചകൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രവാചകൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, ചില പ്രവൃത്തികളാണ്. അത് എന്തായാലും സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടാണ്. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴും പാടിപ്പുകയറ്റുന്നൊരു സാധനമാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ മുസ്ലിമല്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിറക് ചുമന്ന കഥകൾ, അതേപോലെയുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ ജസ്റ്റിസിൻ്റെ കാര്യങ്ങൾ, കഥകളൊക്കെ പ്രവാചകൻ്റെ മാതൃകയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ പ്രവാചകൻ്റെ ഒരു മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ്റെ ഇബാദത്തുകൾ ഇത്രത്തോളം നമ്മൾ പറയാറില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അടിസ്ഥാനപരമായിട്ട് ഇബാദത്ത് എന്നുള്ളത് ഒരു ഐഡിയൽ ഹ്യൂമൻ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷേ ഇബാദത്തിനെക്കാട്ടിലും കൂടുതൽ ഇബാദത്തിലൂടെ ഉണ്ടാവുന്ന സോഷ്യൽ ജസ്റ്റിസാണ് മനുഷ്യനെ ഐഡിയൽ ഹ്യൂമൻ ആക്കാൻ കൂടുതൽ സഹായിക്കുന്നത്. അതാണ് ഐഡിയൽ ഹ്യൂമൻ ആക്കാൻ കൂടുതൽ ചലിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂട്ടിച്ചേർക്കാനുള്ളത് ഐഡിയൽ ഹ്യൂമൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന് സോഷ്യൽ ജസ്റ്റിസിന്റെ ബേസിലാണ് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത്. ഒരു ആബിദ് അല്ലെങ്കിൽ ഇബാദത്ത് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആദ്യമായി തന്നെ പറയുകയാണെങ്കിൽ, നേരത്തെ എൻ്റെ സഹപാഠികൾ പറഞ്ഞതുപോലെ പ്രവാചകൻ്റെ ജീവിതം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പ്രവർത്തികളെല്ലാം നമുക്ക് സാമൂഹികമായി ഒരു ആബിദെന്ന മുഅ്മിനെന്ന വ്യക്തിയെ ഒരു ആബിദെന്ന നിലയിൽ വ്യക്തമാക്കാതെ ഡിഫൈൻ ചെയ്യാതെ കൂടുതലുമായിട്ടും ഒരു സാമൂഹിക ജീവി, മനുഷ്യൻ്റെ സ്വന്തമായ ഒരു സാമൂഹിക ജീവിയായിട്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലായാലും തുടർന്ന് വരുന്ന ഖലീഫമാരുടെ കാലം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഏറ്റവും ചെറിയ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉമർ റളിയല്ലാഹു ഖലീഫ ആയിരിക്കുമ്പോൾ അദ്ദേഹം രാത്രി ഇബാദത്തുകൾക്ക് ഉപയോഗിക്കാതെ അദ്ദേഹം തൻ്റെ പ്രജകളുടെ, തൻ്റെ അനുയായികളുടെ എങ്ങനെയാണ് അവരുടെ ജീവിതം എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം രാത്രി നടക്കാറുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അങ്ങനെ മറ്റു അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൻ്റെ ഒരു രൂപമായിട്ട്, ഒരു മാർഗമായിട്ട് ഇബാദത്ത് എന്നതിനെ ഇതിലൂടെ കാണാൻ, സോഷ്യൽ ജസ്റ്റിസ് എന്ന അതിൽ തന്നെ രീതിയിലൂടെ ഇബാദത്തിനെ കാണാൻ ഇബാദത്തിനെ കാണാൻ സാധിക്കും. ഒരിക്കലും ഇബാദത്ത് വേണ്ടാന്നോ, ഈ അള്ളാഹുവിന് വേണ്ടിയുള്ള നമസ്കാരമോ മറ്റു ദുആ പ്രാർത്ഥനയൊന്നും വേണ്ട എന്നല്ല പറഞ്ഞത്. മറിച്ച് അതിലെന്ന ഒരു രീതിയിലൂടെ മനുഷ്യനും അള്ളാഹു എന്ന സൃഷ്ടാവിനും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേപോലെ നന്മ ചെയ്യാൻ സാധിക്കും. അതിലുപരി അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതലും കൂടുതലും ഖുർആനിലൂടെ പറയുന്ന ഓരോരോ ധാർമ്മിക തത്വങ്ങളും അത് മനുഷ്യന്മാരായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിലുള്ള സൃഷ്ടികളായിട്ടുള്ള ഇടപഴകുമ്പോൾ പാലിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങളാണ്. അത് തന്നെ അള്ളാഹു ഖുർആനിൽ എടുത്തു പറയുന്നത് ഇബാദത്ത് എന്നതിലേക്കായി ഉപരി അതിനൊരു മാനുഷിക ധർമ്മമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും പല പ്രവർത്തികളും നമ്മൾ സൊസൈറ്റിയിൽ എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റിസ് ആയിട്ടുള്ളതാണോ എങ്കിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, അവനൊരു ഐഡിയൽ ഹ്യൂമനായിട്ട് സമൂഹത്തിൽ പ്രതിഷ്ഠിക്കുക. നമ്മളൊരു സോഷ്യൽ കൺസെപ്റ്റ് പ്രകാരം ഇതേ ഒരു ആശയം തന്നെയാണോ ഐഡിയൽ ഹ്യൂമൻ എന്ന് പറയുന്ന ആശയത്തിന് ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണുമ്പോൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹുസൈൻ നസർ അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡ് ടു ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകത്തിൽ ഇങ്ങനെ പരാമർശിക്കുന്ന ഒരു ഭീതിയുണ്ട്. മനുഷ്യന്മാർ സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ നടത്തുന്നുണ്ട്, മനുഷ്യർ ഒരുപാട് സാമൂഹികപരമായ നന്മകൾ നടത്തുന്നുണ്ട്, ഒരു പരിധിവരെ ഇബാദത്തുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അവന് ഹ്യൂമനാണ്, അവന് ഒരു ഐഡിയൽ ഹ്യൂമനാണ്. അവൻ്റെ ഹ്യൂമൻ എന്ന് പറയുന്ന ഏറ്റവും പൗരപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം, ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടതിൻ്റെ ഒരു പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയപരമായിട്ടുള്ള ഒരു സഞ്ചാരം കൂടിയാണ്. അവൻ ഖലീഫയായിട്ടാണ് ഭൂമിയിൽ പ്രതിനിധിയായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതോ ഒരു അർത്ഥത്തിൽ അവൻ സോഷ്യൽ ജസ്റ്റിസ് കീപ്പ് ചെയ്തുകൊണ്ട് ഇബാദത്തുകളുമായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ ഈ ഒരു റേഷ്യോക്ക് കൂടുതൽ മാറ്റം വരാണ്. അതായത് ഇവരിപ്പോൾ പറഞ്ഞു വെക്കുമ്പോൾ ഇബാദത്ത് ഇത്ര ഉണ്ടെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് കൂടുതലായിട്ട് വരണം, അങ്ങനെയാണെങ്കിൽ അവന് ഐഡിയൽ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷെ അതിന് മറ്റൊരു തലത്തിൽ പറയുമ്പോൾ അവന് സോഷ്യൽ ജസ്റ്റിസ് കീപ്പ് ചെയ്യുന്നതോടുകൂടിയിട്ട് ഈ ഒരു ഇബാദത്തിൻ്റെ അളവിൽ ഗണ്യമായിട്ടുള്ള
ഒരു ആത്മീയ അന്വേഷണത്തിന്റെ പുറത്ത് മറ്റൊരു തലത്തിലേക്ക് ഇബാദത്തിന്റെ ഒരു ആത്മീയ തസ്കിയത്തിന്റെ ഭാഗത്തേക്ക് അന്വേഷിക്കുമ്പോഴാണ് അള്ളാഹിന്റെ അടുക്കലാണ് നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവിന്റെ ഇസ്ലാമിക ബേസിൽ നോക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു കൂടുതൽ ഔന്നിത്യമുള്ള ആള് ഒരു മസലൻ എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചർച്ച സെയിന്റ് നസർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു വെക്കുമ്പോൾ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ അവർ മുന്നോട്ട് വെച്ചു. ഒരുപാട് ആയത്തുകളുടെ ഹദീസുകളുടെ ഒക്കെ അകമ്പടിയോട് കൂടിയിട്ടാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും സോഷ്യൽ ജസ്റ്റിസ് ഒരു എന്താ പറയാ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു വ്യക്തി സോഷ്യൽ ജസ്റ്റിസ് കീപ്പ് ചെയ്യണം. ബേസിക് ആയിട്ടുള്ള ഇബാദത്തുകളും കാര്യങ്ങളും നിലനിൽക്കുന്നതോട് കൂടിയിട്ട്. കാരണം ഇവര് മെയിനായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് ഐഡിയൽ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വലിയൊരു മാതൃക നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഏത് അർത്ഥത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ഇവിടെ ഇബാദത്തിന്റെ പ്രസക്തി എങ്ങനെയാണ്, തസ്കിയത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, ഇതിനോട് എന്താ പറയാ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക? സ്വഭാ അപ്പോൾ നമ്മുടെ ക്രിയേറ്റർ ആയിട്ടുള്ള അള്ളാഹു എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ്റെ പർപ്പസായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മാ ഹലഖത്തുൽ ജിന്ന വൽ ഇൻസ ലിയഅ്ബുദു ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ആണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങൾ എടുക്കുമ്പോൾ 5 സ്തംഭങ്ങളിൽ ആദ്യമായിട്ട് അള്ളാഹുവിനെ വിശ്വസിക്കാനുള്ള ഒരു കൽപ്പന. അത് കഴിഞ്ഞിട്ട് ഓരോ കൽപ്പനകൾ പരിശോധിക്കുമ്പോൾ ആദ്യം ആരാധനക്കുള്ള ഒരു രീതിയാണ് മുന്നോട്ട് വരുന്നത്. പിന്നെ അവസാനമാകുമ്പോഴാണ് സക്കാത്ത് പോലുള്ള കർമ്മങ്ങളിലേക്ക്, അതായത് സോഷ്യലായിട്ടുള്ള ഒരു ജസ്റ്റിസ് നൽകുന്നതാണ് സക്കാത്ത്, അതിലേക്കൊക്കെ നീങ്ങിയിട്ടുള്ളത്. മുആദ് റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയക്കുന്ന സമയത്ത് മുആദ് റളിയല്ലാഹുവിനോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആദ്യം അവിടെ പോയിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽപ്പിക്കാനാണ് പറയുന്നത്. അതിനുശേഷം അവരത് അംഗീകരിച്ചാൽ മാത്രം അവരോട് 5 നേരത്തെ നിസ്കാരം നിലനിർത്താൻ പറയുക. അപ്പോൾ അതും അംഗീകരിച്ച ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള സക്കാത്ത് പോലുള്ള കാര്യങ്ങളൊന്നും കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മുന്നേ സൽമാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യേണ്ട ആരാധന മാത്രം പോരാ, സോഷ്യലായിട്ടുള്ള ഒരു കാര്യം കൂടി വേണമെന്ന്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ കുറേ കാലം ഇങ്ങനെ ഹിറാ ഗുഹയിൽ മാത്രം നിന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു വിപ്ലവമായിട്ടുള്ള ഇസ്ലാം എന്നുള്ള ആശയം അല്ലെങ്കിൽ ഒരു നുബുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. അപ്പോൾ തസ്കിയത്ത് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രയും കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹിറാ ഗുഹയിൽ പല യാതനകളും സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിലൂടെ ഒരു തസ്കിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ 13 വർഷം ഇസ്ലാമിൻ്റെ 13 വർഷം ആദ്യ 13 വർഷം അതായത് 53 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് ഈ തസ്കിയത്ത് നൽകുന്ന ഈമാൻ ഇസ്ലാം കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആയിഷ ബീവിയുടെ ഒരു ഹദീസ് ഉണ്ട്, ജനങ്ങൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിക്കുന്നത് കള്ള് ഹറാമാണ്, അതുപോലെ തന്നെ പരീക്ഷ പാടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ, സക്കാത്ത് നൽകണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അവരാരും ഇസ്ലാമിൽ നിൽക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മുആദ് റളിയല്ലാഹു കാര്യം എടുക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അസ്ഹാബി കന്നുജും എന്നാണ്. ഇപ്പോൾ ഈ അസ്ഹാബി കന്നുജും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഇപ്പോൾ നിസ്കാരം അള്ളാഹനെ ആരാധിക്കുകയും അതിനുശേഷം നിസ്കാരം നിലനിർത്തുകയും ചെയ്ത ഒരാൾ ഹജ്ജ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് മുന്നേ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു ഐഡിയൽ വുമനായിട്ട് തന്നെ അസ്ഹാബി കന്നുജും എന്നാണ് പറയുന്നത്, അദ്ദേഹത്തിന് ഐഡിയൽ വുമനായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കും. അപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു ആദ്യം അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളത് എന്താണ്, അത് ഇബാദത്താണ് എന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇബാദത്ത് വേണം എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഉയർത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നമ്മൾ ഇതിൽ ഇൻഡെപ്തിൽ പോവേണ്ടതുണ്ട്. അതായത് അടിസ്ഥാനപരമായിട്ട് ഇബാദത്തുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള സോഷ്യൽ ജസ്റ്റിസ് ആണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിലപ്പുറമായിട്ട് ഈ സോഷ്യൽ ജസ്റ്റിസിലേക്കാൾ ഉപരിയായിട്ടൊരു ആത്മീയപരമായിട്ടുള്ള പരിവേഷം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് എന്നൊരു വാദത്തിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ അതിലേക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഐഡിയൽ ഹ്യൂമനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് തന്നെ ഈ ഐഡിയൽ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ നമ്മളെ ലൈഫിൻ്റെ മീനിങ് എന്താണ്, നമ്മുടെ ലൈഫിൻ്റെ മീനിങ്ങിൻ്റെ റൂട്ട് എവിടെ കിടക്കുന്നതെന്നാണ് ഞാൻ ആദ്യമായിട്ട് പരിശോധിക്കുന്നത്. ഇവിടെ പറയപ്പെട്ട പോലെ ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നമ്മളൊക്കെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത്. നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ട് നമുക്ക് ആകെ ലോകത്തിൽ ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആകെ ഒറ്റ കാര്യമുള്ളൂ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതാണ് ഒരു ഉബൂദിയത്ത്, ഒരു ആരാധന എന്നുള്ളെങ്കിൽ അല്ലെങ്കിൽ അടിമത്വം, ഉബൂദിയത്ത് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ലോകത്ത് എന്ത് സോഷ്യൽ ജസ്റ്റിസോ എന്ത് കാര്യങ്ങൾ വന്നാൽ പോലും അള്ളാഹുവിൻ്റെ കൽപ്പന അതിലുണ്ടോ അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് ഈ നമ്മൾ അള്ളാഹു പറഞ്ഞതോ പറയാത്തതായിട്ടുള്ള കാര്യങ്ങളായാൽ പോലും
സോഷ്യൽ ജസ്റ്റിസിനപ്പുറം അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യം എന്നുള്ളത്. അത് ചെയ്യുന്ന ആളുകളാണ് ഒരു ഐഡിയൽ ഹ്യൂമനായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റുക. കാരണം ഇപ്പം സോഷ്യൽ ജസ്റ്റിസ് ഇപ്പോൾ അള്ളാഹു താലാൻ്റെ കൽപ്പനകളാണ് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം. പക്ഷെ അതോട് കൂടെ തന്നെ ഒരു ഐഡിയൽ ഹ്യൂമൻ ആവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുക്ക് ആ ഒരു അടിമത്വം എന്നുള്ള ബൂദ്യത്ത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ടത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല ഇതാക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന നിരസിച്ചോ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചോ എന്നുള്ള കാര്യങ്ങളാണ് അള്ളാഹു നമ്മൾ ചോദ്യം ചെയ്യുകയും ഒരു ഐഡിയൽ ഹ്യൂമൻ, ഒരു യഥാർത്ഥ പുരുഷന്. അപ്പം നമ്മൾ ഇസ്ലാമിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടുള്ള ഒരു പൂർണ്ണ മനുഷ്യനുള്ള എല്ലാ നിയമങ്ങളും ഉൾപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് അതിൻ്റെ വിഭാഗത്തുകളും അതിൻ്റെ കാര്യങ്ങളും പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഒരു ഐഡിയൽ ഹ്യൂമൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളതാണ്, ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. സോഷ്യൽ ജസ്റ്റിസിനേക്കാൾ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യപ്പെടേണ്ടത് ഇബാദത്താണെന്നുള്ള വാദമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയപ്പെട്ടതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് ഒന്നാമതായിട്ട് ഇബാദത്താണോ, ഒരു ഐഡിയൽ ഹ്യൂമൻ എന്ന രീതിയിൽ ഇബാദത്താണോ അതോ നമ്മൾ സോഷ്യൽ ജസ്റ്റിസ്, മനുഷ്യന് സമൂഹത്തിൽ നൽകേണ്ട നീതി, ഉത്തരവാദിത്വം അതാണോ മുന്നോട്ട് വെക്കേണ്ടത്, ഏതിനാണ് കൂടുതൽ മുൻതൂക്കം നൽകേണ്ടത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലരും പറയപ്പെടുന്നത് ഇതൊരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ നമ്മളതിനെക്കുറിച്ച് ഇത്രത്തോളം വാദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പണ്ഡിതന്മാരൊക്കെ പല വിധത്തിൽ ഈ വിഷയത്തിൽ ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്, സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാകുന്നത് ഈ പറയപ്പെട്ടതുപോലെ തന്നെ മനുഷ്യനെയൊക്കെ അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചതിനുള്ള പ്രധാന പർപ്പസ്, ഇവിടെ അള്ളാഹു ഒരുപാട് ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട്, മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതുപോലെ മറ്റെല്ലാ ജീവജാലങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായിട്ടുള്ള പ്രാധാന്യം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിനുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസ് എന്നുള്ളത്. അപ്പോൾ പിന്നീട് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല, അതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന വാക്കുകളെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതൊരു ബേസ് എന്ന് പറയുന്നത് ആരാധനയാണ്. മനുഷ്യൻ്റെ ആത്മീയത എന്ന് പറയുന്നതിന് ഏറ്റവും പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. പ്രാധാന്യം നൽകണം എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാൽ മാത്രമേ അവന് അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കാൻ സാധിക്കുകയുള്ളൂ, അവൻ്റെ കൽബിന്, ഹൃദയത്തിന് പ്രകാശം ലഭിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ അവന് കൂടുതൽ സമൂഹത്തോട് നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിലുള്ള സോഷ്യൽ ജസ്റ്റിസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മീയതയിൽ വലിയ കോട്ടം വെട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലെന്ത് ചെയ്യേണ്ടി വരും, അവന് ചില അഹങ്കാരങ്ങളോ അല്ലെങ്കിൽ ലോകമാനിയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം അവൻ ചെയ്യുന്ന സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്, മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റുള്ള മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. അവൻക്ക് സ്വന്തമായിട്ട് ഉയർന്നു വരണം, സമൂഹത്തിൽ വലുതായി വരണം ചെന്ന ആഗ്രഹങ്ങളൊക്കെ അതിനിടയിൽ വന്ന് കൂടാൻ സാധ്യതയുണ്ട്. കാരണം അവൻ്റെ ഒരു ഭാഗത്ത് ആത്മീയതയിലുള്ള കുറവുണ്ടാകും. കാരണം അവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക എന്നുള്ളത് മനുഷ്യനെ സമൂഹത്തിൽ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലിബറലിസത്തിൻ്റെ ഒക്കെ വന്നു അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, മതമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്കും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, സമൂഹത്തിൽ നീതി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവരിലൊന്നും ആത്മീയത കാണില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുന്ന, സമൂഹത്തിന് പ്രാധാന്യം നൽകണമെന്ന് പറയുന്ന ഒരു ടീം പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് മനുഷ്യനെ ഇവിടേക്ക് അയക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ഖലീഫയായിട്ട് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഖലീഫയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കണം തന്നെയാണ്. പക്ഷേ അതിലെല്ലാം ബേസ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുപോലെ അവർ ഉന്നയിക്കുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള കടമകളേക്കാൾ അള്ളാഹു പ്രാധാന്യം നൽകുന്നത് മനുഷ്യരോടുള്ള കടമകളാണ് എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിനോടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു നേരിട്ട് പുറത്തു കൊടുക്കും. പക്ഷേ മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, മനുഷ്യരുമായിട്ട് നേരിട്ട് കണ്ട് പുറത്തുക്കൽ ചോദിച്ചതിന് ശേഷം മാത്രമേ അവർ പുറത്തു കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകുന്നത് ആത്മീയതയിലേക്കാണ്. കാരണം അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് പെരുമാറുന്ന, അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് മനുഷ്യരോടും സമൂഹത്തോടും നല്ല രീതിയിൽ ഇടപഴകി ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ലക്ഷ്യം, ഭൂമിയിലേക്ക് മനുഷ്യനെ ഖലീഫയായിട്ട് ഇറക്കിയതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു സൈഡായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടെ ചെയ്യേണ്ട ഒരു ബാധ്യത എന്നുള്ള രീതിയിൽ മാത്രം കാണേണ്ടതുള്ളൂ സോഷ്യൽ ജസ്റ്റിസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണിതിയായിട്ട് പ്രതിഫലിച്ചുണ്ടാകുന്നതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് ഈ സൈഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ സൗഹൃദപരമായിട്ടുള്ള സംവാദത്തിലേക്ക് കിടക്കണം. നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ വാദങ്ങൾ പറയാം. പിന്നെ വാദങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് ഒരു വാദത്തിൽ മാത്രം ഒതുങ്ങി പോകാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്താരീസയിൽ മാത്രം ഒതുങ്ങി പോകാതെ വ്യത്യസ്തമായ ആസ്പെക്റ്റുകളിൽ നിന്നിട്ടുള്ള ചർച്ചകൾ വരട്ടെ. അപ്പോൾ ഏത് ആദ്യം ഇവിടെ പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ പറയുകയുണ്ടായി ഇപ്പോൾ ഇബാദത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് മനുഷ്യരൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇറക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആ ഇബാദത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അത് സംഗതി ഉണ്ട്. അപ്പോൾ ഇബാദത്ത് എന്നുള്ളത് കേവലമായ നമ്മളുടെ ആ ഒരു ആത്മീയമായിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രൈവറ്റ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം വലിയൊരു അർത്ഥതലം ഇബാദത്തിന് തന്നെ ഉണ്ട്. ഇപ്പോൾ മലായിക്കത്തുകൾ, ഇപ്പോൾ വെറും ആ ഒരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സുജൂദ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇബാദത്ത് എങ്കിൽ മലായിക്കത്ത് മതിയായിരുന്നു. ഇവിടെ മനുഷ്യകുലത്തിനെ തന്നെ ഇങ്ങോട്ട് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ മനുഷ്യകുലമുണ്ടായി. അപ്പം അത് കേവലം ഈ ഇബാദത്ത് എന്നുള്ളത്, ഈ ഒരു ആരാധന എന്നുള്ളത്, അതിന് വലിയൊരു അർത്ഥതലം, ഡീപ്പായിട്ടുള്ള ഒരു മീനിങ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം അവിടെ ഇതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റെസ്പോൺസിബിലിറ്റി, അത് അള്ളാഹു എന്നുള്ളത് ഇസ്ലാം നമ്മൾ എപ്പോഴും പറയും ഈ മൊത്തം ലോകത്തിനുള്ള എല്ലാത്തിനുള്ള ഒരു സൊല്യൂഷനാണ്, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് സാധനമാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മളുടെ ഇബാദത്താണ് അല്ലെങ്കിൽ ഒരാളുടെ പ്രൈവറ്റ് സാധനമാണ് ഏറ്റവും കോറുന്നത്. അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവിന് മൊത്തം ഇപ്പോൾ ഇവിടെ നന്മ ചെയ്യൽ ആവട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പുരോഗതി, ജസ്റ്റിസ്, ഇപ്പോൾ ഈ ഖുർആനിൻ്റെ ഒപ്പം ബിൽ ക്രിസ്തി എന്നുള്ളതാണ്. അപ്പോൾ നബിമാരൊക്കെ എന്തിനാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബിൽ ക്രിസ്തി, അവർ നീതി കൊണ്ട് ഇവിടെ നിലനിർത്താനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി, അള്ളാഹുവിൻ്റെ സോവറൈനിറ്റിയെ ചോദ്യം ചെയ്യുന്നതാവൂലേ നിങ്ങളിപ്പോൾ ഈ പറയുന്ന വാദം? കാരണം അള്ളാഹുവിന് എല്ലാത്തിനേക്കും ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ സമൂഹത്തിൻ്റെ, ഇപ്പോൾ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്ത ആവട്ടെ മറ്റ് ജീവജാലങ്ങളാവട്ടെ അവർക്ക് പോലെ എത്തിക്കേണ്ടതുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യില്ല, നമ്മൾ ഇബാദത്ത് എന്നുള്ളത് കേവലമായ ഒരു പ്രൈവറ്റ് സാധനം മാത്രമാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു സോവറൈനിറ്റി തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടുക എന്നാണ് കാര്യമായിട്ട് ചോദിക്കാറുള്ളത്. അതിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഡെഫിനീഷൻ്റെ അകത്ത് തന്നെ വരുന്നൊരു കാര്യമാണ് ഇബാദത്തിന് കീഴിൽ തന്നെയാണ് മനുഷ്യന് മറ്റു ജനങ്ങളോട് ചെയ്യുന്ന സമൂഹത്തോട് ചെയ്യുന്ന സേവനം എന്നുള്ളത്. അത് തന്നെയാണ് ഫിഖിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ലതായിട്ടുള്ള കാര്യങ്ങളും അത് ഇബാദത്തിൽ പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. ബിലാലെ നീ ഒന്ന് ബാങ്ക് കൊടുത്ത് ആ ബാങ്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിസ്കരിക്കണം, അതിലൂടെ ഒരു ആശ്വാസം കണ്ടെത്തണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഫിഖിൻ്റെ കൺസെപ്റ്റിൽ തന്നെ നോക്കുമ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങളോടുള്ള ആരാധന ചെയ്യൽ തന്നെ, ജനങ്ങൾക്കുള്ള സേവനവും അതിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാമൂഹിക സേവനം എന്നുള്ളത് അല്ലെങ്കിൽ സാമൂഹിക നീതി എന്നുള്ളത് ഇബാദത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. കാരണം ആ ഇബാദത്തിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഒരു പ്രൊജക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു നെത്തീജയായിട്ട് നമുക്ക് ഇതിനെ സാമൂഹിക നീതിയായി കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനെ നെത്തീജയായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മുഫ്ലിസ് അല്ലെ ആരൻ പാപ്പരം ചോദിക്കുമ്പോൾ ഇബാദത്തുള്ള ആൾ തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ആളുകളായിട്ട് സമൂഹത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു ബിൽ ഖിസ്താണെന്ന് പറഞ്ഞിട്ടില്ല, പ്രവാചകന്മാരൊക്കെ ബിൽ ഖിസ്താണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ തന്നെ മറ്റൊരു കാര്യത്തിൻ്റെ യായുല്ലദീനാമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാലില്ല. ഈ ക്രിസ്റ്റിൽ നമ്മൾ എന്തിനാണ് നിൽക്കുന്നത്? അള്ളാഹ്ക്ക് സാക്ഷി വരാൻ. അള്ളാഹ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്രിസ്റ്റിൽ ചെയ്യേണ്ടത്. അല്ലാണ്ട് സമൂഹത്തിന് നന്മ ഉണ്ടാവുക എന്നുള്ളതിനപ്പുറം അള്ളാഹു ശുഹദാലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ അത് എന്ന് പറഞ്ഞാൽ വിശ്വാസം, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ തന്നെയാണ്, അള്ളാഹു പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇബാദത്താണോ അതോ നമ്മളുടെ സാമൂഹിക നന്മയാണോ, അതാണോ ഐഡിയൽ മാനെ തീരുമാനിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായത്. നമ്മൾ ഈ എന്താണ് സോഷ്യൽ ജസ്റ്റിസിനൊക്കെ നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് വേണ്ടാന്നല്ല പറയേണ്ടത്, അതിൻ്റെ ഒക്കെ അപ്പുറം ഒരു മീനിങ് വേണമെന്നുള്ള പറയുന്നത്. സ്പിരിച്വൽ മീനിങ് ആ സോഷ്യൽ ജസ്റ്റിസിനൊക്കെ വേണം. സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള കൺസെപ്റ്റ് അല്ല നമ്മൾ ഐഡിയൽ ഹ്യൂമൻ ആവാൻ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എന്താണ്? അതിൽ സ്പിരിച്വാലിറ്റിയാണ്. ആ സ്പിരിച്വാലിറ്റിയിലൂടെയാണ് സോഷ്യൽ ജസ്റ്റിസ് വരികയും അതിലൂടെയാണ് ഒരു ഐഡിയൽ ഹ്യൂമനായിട്ട് നമുക്ക് മാറാൻ പറ്റുക. അല്ലാണ്ട് വെറും എന്താണ് ഈ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളതല്ല നമുക്കൊരു മോട്ടീവായിട്ടുള്ളത്. അവിടെ തന്നെ സുഹൃത്ത് പറഞ്ഞ പോലെ പ്രധാനമായിട്ടും
സുഹൃത്ത് ഉന്നയിച്ചതിനുള്ള പ്രധാനപ്പെട്ട ഒരു വാദത്തിൽ പറഞ്ഞതാണ്, മലായിക്കത്ത് ഉണ്ടെങ്കിൽ മലായിക്കത്ത് മതിയായിരുന്നല്ലോ അള്ളാഹ്ക്ക് പൂർണ്ണമായിട്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ വാദം എന്ന് പറയുന്നത് ഇബാദത്തിൽ മാത്രം ജീവിച്ചുകൊണ്ട് സൂഫിസത്തിലേക്ക് പറ്റ അടിപ്പെട്ട് അള്ളാഹുവിന് മാത്രം മതി എന്ന് ഒരു വാദത്തിലൂടെ അള്ളാഹുവിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വെറും ഇബാദത്തിലായി കഴിയുക എന്നുള്ളതല്ല. അതായത് പൂർണ്ണമായിട്ടും സമൂഹത്തിലേക്ക് ഇടപഴകാതെ മനുഷ്യന് ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, അവന് അള്ളാഹുവായിട്ടുള്ള ആത്മീയത വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. മറിച്ച് ഞങ്ങൾ പറയുന്നത് പ്രധാനമായിട്ടും ദിക്റ്, സ്വലാത്ത് തുടങ്ങിയ കാര്യങ്ങളിലൂടെ അവൻ്റെ ഹൃദയശുദ്ധി വരുത്തേണ്ടതുണ്ട്, അവൻ്റെ ആത്മീയത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം മാത്രമാണ് മറ്റു സമൂഹത്തോടുള്ള ഇടപഴകൽ പ്രാധാന്യം നൽകേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അതിനർത്ഥം സോഷ്യൽ ജസ്റ്റിസ് വേണ്ട എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യന് എന്തായാലും ഇവിടെ ജീവിക്കുന്ന കാലത്ത് ഒരു ഐഡിയൽ ഹ്യൂമനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ കേവലം ഇബാദത്ത് മാത്രം പോരാ, അതോടൊപ്പം മനുഷ്യൻ സമൂഹത്തോട് ഇടപഴകേണ്ടി വരും. അവന് അതിലുള്ള കാര്യങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ നീതിക്ക് യുക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരും. അതൊരു സൂഫിസത്തിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, പൂർണ്ണമായിട്ടും ആത്മീയതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കേണ്ട വിഷയമാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. നോക്കൂ, നമ്മൾ ഒന്നാമത്തേന് നിങ്ങൾ തന്നെ കൗണ്ടർ ചെയ്യാണ്. അതായത് നമ്മളെ വിഷയം തന്നെ ഐഡിയൽ ഹ്യൂമൻ ഇൻ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്, അങ്ങനെയല്ലേ? അപ്പോൾ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് എന്നാകുമ്പോൾ തന്നെ, ഐഡിയൽ ഹ്യൂമൻ ഇൻ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് എന്നാകുമ്പോൾ തന്നെ അവൻ്റെ അസിൽ എന്തായാലും ഇസ്ലാം ആവണം എന്നുണ്ട്. ഒരാൾ നിസ്കരിച്ചിട്ടില്ല, പിന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു, ഇപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഭൗതികവാദികളും അല്ലെങ്കിൽ നിരീശ്വരവാദികളും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ ജസ്റ്റിസ് ആയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ എങ്ങനെ നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഐഡിയൽ ഹ്യൂമനാക്കി കാണാൻ പറ്റില്ല. ഞങ്ങളുടെ വാദം ഇതാണ്, അസ്ലിയായിട്ട് തസ്കിയത്ത് വേണ്ടി വരും നല്ല വേണം, സ്വാഭാവികമായിട്ട് വേണം. അത് പിന്നെ അതിന് ശേഷം ഒരു ഐഡിയൽ ഹ്യൂമൻ ആവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സോഷ്യൽ ജസ്റ്റിസ് നിർബന്ധമാണെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സൂഫിസം എന്നുള്ളത് സുഹൃത്ത് തെറ്റിദ്ധരിച്ചാണെന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സൂഫിസം എന്ന് പറയുന്നത് വെറും ഇബാദത്തിലൂടെ മാത്രമൊന്നുമല്ല. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ കൂടുതൽ ദാവത്ത് നടന്നിട്ടുള്ളത് സൂഫിസത്തിലൂടെയാണ്. കാരണം എന്താ വെച്ചാൽ അവർ ഓരോ കേന്ദ്രങ്ങൾ ഉണ്ടാക്കും, അവിടെ വരുന്ന ആളുകളോട് അവരുടെ കാര്യങ്ങൾ, അതായത് അവരുടെ ഇടപഴകൽ കണ്ടിട്ട് അത്തരത്തിലുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇസ്ലാമിനെ പുൽകിയതൊക്കെ നമുക്ക് ചരിത്രങ്ങൾ വായിക്കാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇപ്പം ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരിക എന്നുള്ളത് ഒരാളെ അതായത് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നാണല്ലോ. നമുക്ക് ഒരിക്കലും കൂടുതലായിട്ട് നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാനേ പറ്റുക. അപ്പോൾ ഈ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്ന് പറയുന്നത് ഒരാളെ ഒരാളോട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ്, അതായത് ബാഹ്യമായ കാര്യമല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ കാര്യങ്ങൾ ഒരു ഐഡിയൽ ഹ്യൂമൻ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ ജസ്റ്റിസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മുഴുകേണ്ടി വരും. പിന്നെ ഈ സോഷ്യൽ ജസ്റ്റിസും ഇബാദത്തിൽപ്പെട്ടതാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെയാണ് എന്ത് പിന്നെ മുസ്ലിം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ വിഷയം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇബാദത്തും സോഷ്യൽ ജസ്റ്റിസും എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. പക്ഷേ തുടക്കത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ അസ്ലിയായിട്ട് സ്വാഭാവികമായിട്ടും അതിന് തസ്കിയത്തും ഇബാദത്തും കൂടെ വേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ പറയാൻ സാധിക്കും. ഇതിലില്ലേ ഞങ്ങൾ വിഷയത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ആ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ആണോ സ്പിരിച്വാലിറ്റി ആണോ ഐഡിയൽ ഹ്യൂമനിലേക്ക് കൂടുതൽ ഡ്രൈവ് ചെയ്യണം, മോർ ഡിഫൈനിങ് എന്ന് പറഞ്ഞത്. അപ്പം അതിന് ഏറ്റവും മുൻഗണന ഏതിനാണ് കൊടുക്കുന്നത് എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിലേ, നമ്മൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ എത്തിക്സ് എന്നുള്ള കാര്യങ്ങൾ, ഈ സോഷ്യൽ ജസ്റ്റിസിനൊക്കെ എന്നൊക്കെ നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ആത്മീയത എന്നുള്ള സാധനത്തിനെ മാറ്റി നിർത്തിയാൽ അതിലുള്ള ഒരു അപകടം എന്നുള്ളത് ഒരുപാട് എന്താണ്, ഈ സോഷ്യൽ ജസ്റ്റിസ് ഒരുപാട് കാലം നിലനിന്ന് പോകില്ല എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ഇപ്പം എന്താണ് ഈ മോഡേൺ എത്തിക്സിനെ കുറിച്ചിട്ട് എന്താണ് ആഫ്റ്റർ വെർച്യൂ എന്നിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലൊക്കെ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സോഷ്യൽ എന്താണ് ജസ്റ്റിസ് അത് ഒരു എന്താണ് എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്സൊക്കെ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ മീനിങ് ആയിട്ട് റിലേറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും ഇല്ലെങ്കിൽ അത് ഒരുപാട് കാലം നിലനിൽക്കില്ല. കാരണം എന്തൊക്കെയാണ്? അത് ഒന്നാമത് അത് നിങ്ങൾ ഈ പറയുന്ന സാധനം വരുന്നത് ഈ ഒരു തീരെ സ്പിരിച്വാലിറ്റി ഇല്ലാത്തൊരു പക്ഷെ മീനിങ് ഇല്ലാത്തൊരു എത്തിക്സ്. ഇവിടെ നമ്മൾ വാദിക്കുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം തന്നെയാണ്,
അപ്പൊ അവിടെ എന്തുണ്ട്, അയാൾക്ക് സ്പിരിച്വാലിറ്റി ഉണ്ട്, പക്ഷെ എന്നിട്ട് അതിന്റെ മേലക്ക് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ പറയുന്നത് ഇപ്പം ഇത് എയിലേക്കാണ് നയിക്കാറ്, സിനിസിസം അല്ലെങ്കിൽ അതോറിറ്റേറിയനിസം അല്ലെങ്കിൽ ഡിസ്പയർ ഒക്കെ ആയിട്ട് വരും. എന്താ സിനിസം പറഞ്ഞാൽ എന്താണ്, ഒന്നും വർക്ക് ചെയ്യില്ല, എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഹ്യൂമനൊക്കെ കറപ്റ്റാണ്, ഹ്യൂമാനിറ്റി കറപ്റ്റാണ്, അല്ലെങ്കിൽ ഇതൊരു ഫോഴ്സ് ചെയ്തിട്ട് ആളിലേക്ക് ഏൽപ്പിക്കുക. ഇത് പറഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ ജസ്റ്റിസ് ആണ് നമ്മളെ മെയിൻ കൺസേൺ എന്നുണ്ടെങ്കിൽ, സോഷ്യൽ ജസ്റ്റിസ് പറയുമ്പം എന്താണ് ഹ്യൂമനായിട്ടുള്ള നമ്മളെ ഇടപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷനൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിക്കാരം. പക്ഷേ നമ്മളിപ്പോൾ ഒരു സ്പിരിച്വാലിറ്റി ആണെങ്കിൽ, കമാൻഡ് ഓറിയൻറ്റഡ് ആണെങ്കിൽ നമുക്ക് നമ്മളെ ഭാഗം മാത്രം ക്ലിയർ ആക്കിയാൽ മതി. മറ്റുള്ള ആളുകളെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കില്ല, സോഷ്യലി ജസ്റ്റ് ആവണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല. നമ്മൾ ബാക്കിയുള്ളവരോടുള്ള എന്താണ് ഇടപാടുകൾ എങ്ങനെയാണോ ഒരു എന്താണ് സമൂഹത്തിന് ഒതുക്കുന്ന രീതിയിലാണോ എന്ന് നമ്മൾ നോക്കുള്ളൂ. പക്ഷേ മറ്റൊരു സ്പിരിച്വാലിറ്റി കുറഞ്ഞ് സോഷ്യൽ ജസ്റ്റിസ് വേണമെന്നുള്ള ആ ഒരു ഐഡിയ എന്താണ് കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആകുമ്പം എന്താണ് ഇത് ഈ സിനിസത്തിലേക്കും മറ്റോ എന്താണ് പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പം എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു എന്താണ് വ്യക്തികേന്ദ്രീകൃതമാകുമ്പോൾ, വ്യക്തികേന്ദ്രീകൃതം എന്നല്ല പറഞ്ഞതിപ്പോൾ സ്പിരിച്വാലിറ്റി വ്യക്തികേന്ദ്രീകൃതം എന്നല്ല, നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഐഡിയൽ ആവുക? വ്യക്തികേന്ദ്രീകൃതം എന്നല്ല പറയണത്, ഈ നമ്മളെ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത് ഒരു ഐഡിയൽ ഹ്യൂമനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ജസ്റ്റിസ് ആണോ സ്പിരിച്വാലിറ്റി ആണോ മുന്നിൽ നിൽക്കുന്നത്. അയാളിലുള്ള ആശയം സോഷ്യൽ ജസ്റ്റിസ് ആണ്, സോഷ്യൽ ജസ്റ്റിസ് വേണമെന്നുള്ള ആശയമാണോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആണോ കൂടുതൽ അയാൾ കൊണ്ടുവരുന്നത്. സോഷ്യൽ ജസ്റ്റിസ് വേണമെന്ന് കൂടുതൽ വാദിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും സ്പിരിച്വാലിറ്റി കുറവായിരിക്കും. അപ്പോൾ അദ്ദേഹം സോഷ്യലി എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യണം, സോഷ്യലി നല്ല എന്താണ് അങ്ങനെ വാദമില്ല, നിങ്ങൾ അത് തെറ്റിച്ചു. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സോഷ്യൽ ജസ്റ്റിസും ഇസ്ലാമിൽ സ്പിരിച്വാലിറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അതന്നെയാണ് നമ്മളെ വാദം. അതിൽ ഞങ്ങൾ പറയുന്നത് സ്പിരിച്വാലിറ്റി മുൻഗണന നിൽക്കണം. ഈ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നുണ്ട്. അതായത് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആയിട്ടുള്ള ഒരാൾ കൂടുതൽ ആത്മീയത ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൂടുതലായിട്ടും സ്വാഭാവികമായിട്ടും സോഷ്യൽ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ലോസ് ആവും, ഏത് സ്പിരിച്വൽ സംഭവം ലോസ് ആവും എന്നുള്ളതാണ്. ഇവര് മറ്റേ സൈഡിൽ പറയുന്നത് വെച്ചാൽ ഈ സോഷ്യൽ ജസ്റ്റിസ് ആയിട്ട് ഇയാൾ ചെയ്യാനുള്ള കാരണം സ്പിരിച്വലായിട്ട് അയാൾക്ക് ബേസ് ഉള്ളതായതുകൊണ്ടാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഐഡിയൽ എന്നാണ് പറയുന്നത്. ഐഡിയൽ എപ്പോഴാണ് ആവുന്നത്? ബേസ് ഫൗണ്ടേഷന്റെ മേലെ, അതായത് എല്ലാവരും സമന്മാരാണ്. പിന്നെ അതിലൊരു ഐഡിയൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇബാദത്ത്, ഒരാൾ എന്ത് ചെയ്ത് ഇപ്പോൾ ഇബാദത്തൊക്കെ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ അയാൾ സോഷ്യലി ഇപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് എടുത്ത് നോക്ക്, അതിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദുൽമ എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഒരു ദുൽമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്ത് വരെ ലോസ് ആവുകയാണ്. ഇബാദത്തിന് അവിടെ സ്ഥാനേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മുന്തിക്കാൻ പറയുന്നത്. കാരണം രണ്ടുള്ള ഒരാൾ, ഇപ്പോൾ രണ്ടുപേർക്കും, ഒരാൾക്ക് എന്തുണ്ട്, രണ്ടുപേർക്കും ഒരേ രീതിയിൽ ഇബാദത്തും ഉണ്ട്, ഈ അതിലുണ്ട്. ഒരാൾക്ക് അതിലെന്ത് ചെയ്ത് കൂടി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഐഡിയൽ ഹ്യൂമന് ഈ ഒരു അതിലാണ് തീരുമാനിക്കുന്നത് പറയുന്നത്. കാരണം നേരത്തെ തന്നെ ഇവിടെ പറയുകയുണ്ടായി, ഇപ്പോൾ ഹുക്കൂക്ക് അള്ളാഹുവിൻ്റെ ഹക്കും ഹക്കുൽ അബദും. കാരണം അള്ളാഹു വനിയാണ്, അള്ളാഹുവിന് പിന്നെ ഒരു ഹക്ക് കൂടുതൽ ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അള്ളാഹുവിന് എന്ത് നമ്മളെ ആവശ്യം വരും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഈ അബ്ദിന്റെ ഹക്കിനൊക്കെ കൂടുതൽ മുന്തിക്കാനും അതിൻ്റെ ഒക്കെ ലോജിക്ക് ബേസിക്കലി ഈ സാധനത്തിൽ നിലയാണ് വരുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചെറിയ കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷയം പ്രധാനമായിട്ട് ആത്മീയതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഓൾറെഡി ദിക്ർ അദ്കാർ ഇബാദത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ വിഷയം ഐഡിയൽ ഹ്യൂമൻ ആവാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങണോ എന്നുള്ളതാണെങ്കിൽ നമ്മുടെ വിഷയത്തിൻ്റെ സ്കോപ്പ് ഒന്നുകൂടി പരിശോധിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം നമ്മുടെ ചോദ്യം എന്നുള്ളത് ഇബാദത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് അതോടൊപ്പം സോഷ്യൽ ജസ്റ്റിസിനാണോ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഇസ്ലാമില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അവർ പറഞ്ഞതനുസരിച്ച് സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ദിക്റുകളുണ്ട്, അതിന് പുറമെ ഞങ്ങൾ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി വാദിക്കുകയാണെന്ന് പറയുമ്പോൾ അവർ ഒരു നിലയ്ക്ക് ഞങ്ങളുടെ വാദം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ. ഈ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ ഫിഖിൻ്റെ കൺസെപ്റ്റും പിന്നെ അതേപോലെ തസവുഫിൻ്റെ കൺസെപ്റ്റ് അങ്ങനെ വേറെ വരുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ക്ലാരിഫിക്കേഷൻ തരണം ഈ വിഷയത്തിൽ. അതായത് ഐഡിയൽ ഹ്യൂമൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പറയുന്ന വാദപ്രകാരം സമൂഹത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൻ ഐഡിയൽ ഹ്യൂമൻ ആണെന്നുള്ള അവൻ സോഷ്യൽ ജസ്റ്റിസ് കണ്ടിട്ട് വിലയിരുത്താൻ പറ്റും. നിങ്ങളുടെ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ഒരാൾ സോഷ്യൽ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഒരു വ്യക്തി അത് ഐഡിയൽ ഹ്യൂമൻ ആണെന്ന് പറയുന്നതിന് എന്തുണ്ടാവും, കുറവുണ്ടാവും. ഓക്കെ, അതാണ് പറഞ്ഞത്. തസവുഫിൻ്റെ മേഖലയും ഫിഖിൻ്റെ മേഖലയും കോൺട്രാഡിക്ടറി ആവാൻ പാടില്ല. നിങ്ങൾ ഈ സൈഡ് പറയുമ്പോൾ സോഷ്യൽ എന്താ പറയുക ജസ്റ്റിസ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം,
ഹ്യൂമനൈസ്ഡ് മാത്രമല്ല, അള്ളാഹു തആലയും മാതൃകകൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, സമർത്ഥിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ വാദങ്ങൾ ഇപ്പോൾ പൗതിയിലേറെ വരുന്നത് ഏത് സൈഡിലാ വെച്ചാൽ ഒരു സോഷ്യലി ചെയ്യുന്ന അമലുകളുടെ ബേസിൽ ചെയ്തിട്ട് നമ്മൾ ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാൾ ഐഡിയൽ ഹ്യൂമൻ ആയിട്ട് കാണുന്നു എന്നുള്ള പെർസ്പെക്റ്റീവിൽ ചുരുങ്ങുന്നുണ്ട്. അതിലപ്പുറം അള്ളാഹു തആല ഖുർആനിലൂടെയും പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ബേസിലും കൂടി ഒരാൾ സോഷ്യൽ ഐഡിയൽ ഹ്യൂമൻ എന്നുള്ള രീതിക്ക് നമ്മൾ സമർപ്പിക്കാൻ കഴിയണം. സോഷ്യൽ ജസ്റ്റിസ് ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. നിങ്ങളുടെ സൈഡിൽ എത്തിപ്പെടുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഐഡിയൽ ഹ്യൂമൻ എന്നുള്ള കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിഫറൻസ് കീപ്പ് ചെയ്യണം, ഇതിന്റെ ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റ വാദത്തിനുള്ളിൽ ഇതിന്റെ പ്രസക്തി മുഴുവൻ നഷ്ടപ്പെടും. കാരണം ഒരാൾ സോഷ്യൽ ജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത ഹേതു എന്ന് പറഞ്ഞാൽ അയാൾ സ്പിരിച്വലി ദൈവത്തോടുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു വാദം നിലനിൽക്കുന്നതിന് എന്താണ്, സ്പിരിച്വൽ കണക്ഷന്റെ ബേസിലാണ്. അപ്പൊ ഈ വാദത്തിന് പിന്നെ എന്തില്ല, പ്രസക്തിയില്ല. സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന രണ്ട് വാദങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുള്ളൂ. അപ്പോൾ ആ രണ്ട് പെർസ്പെക്റ്റീവ് തമ്മിലുള്ള ഏത് പെർസ്പെക്റ്റീവ് നിന്നിട്ടാണ് നമ്മൾ ഐഡിയൽ ഹ്യൂമനെ നിലനിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏതെങ്കിലും നമ്മുടെ സമയം കഴിഞ്ഞിട്ടിട്ട് മാഷാ അല്ലാഹ് ഈ വിഷയത്തിൽ നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും വളരെ വ്യക്തമായിട്ട് വിഷയാധികാരമായിട്ട് സോഴ്സുകളുടെ ബേസിൽ സംസാരിച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് നമ്മളൊരു കൺക്ലൂഷൻ പറയാന്നുള്ളത് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം നമ്മളിപ്പോൾ കൂടുതലായിക്കൊണ്ട് സോഷ്യൽ ജസ്റ്റിസിനെ ബേസ് ചെയ്തിട്ടാണോ ഒരാളെ പറയേണ്ടത്, അതല്ലെങ്കിൽ ഐഡിയൽ ഹ്യൂമൻ എന്ന് നിലനിർത്തുന്ന അയാളുടെ സ്പിരിച്വൽ ബേസ്ഡാണ് നിലനിർത്തുന്നത്, നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടാൻ കഴിയുന്നില്ല. ഇന്നും സ്കോളേഴ്സിന്റെ ഇടയിൽ ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാം, ഒരു വ്യക്തി സോഷ്യലി കൺസിഡേർഡ് ആയിട്ടുള്ള ജസ്റ്റിസിന്റെ ബേസിൽ നിലനിന്നുകൊണ്ട് ഇബാദത്തുകൾ വളരെ കുറഞ്ഞ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അയാൾ ഒരു ഐഡിയൽ ഹ്യൂമൻ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും, അതേ പുറത്ത് തന്നെ ഒരു വ്യക്തി സോഷ്യൽ ജസ്റ്റിസ് കൺസിഡർ ചെയ്യാതെ സൂഫി ജീവിതം എന്ന് പറയുന്ന രീതിയിൽ വ്യക്തികേന്ദ്രീകൃതമായ കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോഴും അദ്ദേഹത്തെ ഐഡിയൽ ഹ്യൂമനായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും, ഇതിന്റെ രണ്ടിന്റെ ഇടയിലും ഏറ്റവും ലോകത്ത് ഐഡിയൽ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു വലിയ മാതൃക കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് അവിടെ ചരിത്രമായിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നു. സോഷ്യലി സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ആ വിഷയത്തിൽ നമുക്ക് ഉത്തമമായ ഒരു മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐഡിയൽ ഹ്യൂമൻ ആണ് എന്നുള്ളത് നമുക്ക് തർക്കമൊന്നുമില്ല. ഈ ഐഡിയൽ ഹ്യൂമൻ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണുമ്പോൾ റസൂലുള്ളാഹിനെ ഏത് രീതിയിലാണ് വീക്ഷിക്കപ്പെടേണ്ടതെന്നുള്ളടത്ത് തർക്കമേ എന്ത് ചെയ്യുന്നുള്ളൂ, നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ ഐഡിയൽ ഹ്യൂമൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഐഡിയൽ ഹ്യൂമൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കേണ്ട തിരുസുന്നത്തിലാണ് എന്ന് ഉള്ള ഒരു രീതിയിലാണ് കൺക്ലൂഷൻ ചെയ്യുന്നത്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഡിവിഷനും വാദങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി